ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആകുന്ന നല്ലൊരു റെസിപ്പിയാണ്. വീട്ടിൽ തന്നെ എങ്ങനെ നല്ല കട്ട തൈര് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലതുപോലെ യൂസ്ഫുൾ ആകും. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ, എങ്കിൽ മാത്രമേ പിന്നെ നമ്മൾ കാണത്തുള്ളൂ. നമ്മുടെ തൈര് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. 1 ലിറ്റർ അളവിൽ പാലെടുത്തിട്ടുണ്ട്. നല്ല കട്ടി തൈര് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടി പാല് തന്നെയാണ് വേണ്ടത്. ഫുൾ ഫാറ്റ് മിൽക്കാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഏത് രീതിയിലുള്ള പാലാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ തൈര് തയ്യാറാക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത്. നമ്മൾ വീട്ടിലെല്ലാം കൊണ്ടുവരില്ലേ പാല്, അതിൽ ഫുൾ ഫാറ്റ് മിൽക്കാണ്, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അത് പക്ഷേ എല്ലായിടത്തും കിട്ടണമെന്നില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കവർ പാലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ കവർ പാലിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അപ്പോൾ ഈ പാല് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. എന്നാൽ ശരി, നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഫസ്റ്റ് നമ്മൾ ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ചെയ്യണം എന്തിനെന്ന് വെച്ചാൽ ഈ പുറത്ത് ഇങ്ങനെ ഈ പാലിൻ്റെ ഈ പാട കെട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ പാലിൻ്റെ ആ ഒരു കട്ടി മാറിപ്പോവും. അതിൻ്റെ പേരിൽ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ തൈര് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാൽ ചൂടാക്കുമ്പോഴത്തേക്കും ഈ പാൽ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങാൻ പാടില്ല. നല്ലതുപോലെ ഇങ്ങനെ തിളച്ചിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ലോയിൽ വെക്കുകയോ ചെയ്തതിന് ശേഷം വേണം പിന്നെ വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. മിക്കവാറും എപ്പോഴും നമ്മൾ ഈ കട്ടി തൈരൊക്കെ വാങ്ങുന്നത് നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും ബോട്ടിൽ വെച്ചിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടും അങ്ങനെ നല്ല കട്ടി തൈര്. അപ്പോൾ ആ കട്ടി തൈര് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷനുള്ള കാര്യമാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. നമ്മൾ ഈ കവർ പാലിലൊക്കെയാണ് തൈര് തയ്യാറാക്കുന്നതെങ്കിൽ ആ പാല് ചെറുതായിട്ടൊന്ന് വറ്റിച്ച് കൂടി എടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കട്ടിയായിട്ട് കിട്ടത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളമായിരിക്കും നമ്മൾ തൈര് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പാലിപ്പോൾ നല്ലതുപോലെ തിളക്കാറായി നിൽപ്പുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴത്തേക്കും ഒരല്പം കൂടി പാല് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഈ പാല് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. എന്ന് വെച്ചാൽ നല്ലതുപോലെ തണുത്തിട്ട് പോകാൻ പാടില്ല, ചെറിയ ചൂടെല്ലാം ഉണ്ടാകണം. പക്ഷേ തണുക്കാൻ വേണ്ടി വെക്കുന്ന ടൈമിൽ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പാല് നമ്മൾ തണുക്കാൻ വേണ്ടി വെക്കുന്ന ടൈമിൽ മുകളിൽ ഇങ്ങനെ പാട കെട്ടിയിട്ട് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളെ പാലിൻ്റെ ആ കട്ടിയൊക്കെ പോകും. അതിൻ്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ തൈരൊക്കെ കടയില്ലേ, അപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു സ്പാച്ചില വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കില്ലേ, അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്തിനെന്ന് വെച്ചാൽ ഈ പാലിൻ്റെ പതയൊക്കെ ഇങ്ങനെ മുകളിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ബബിൾസൊക്കെ ഇങ്ങനെ മുകളിൽ നിറയെ നിൽക്കുമ്പോഴത്തേക്കും ഈ പാൽപ്പാട ഇങ്ങനെ മുകളിൽ കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊരു ടിപ്സ് പോലെ നിങ്ങളത് വെച്ചേക്കണം. പാലിപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ തണുത്തിട്ട് വന്നിട്ടുണ്ട്. ചെറിയ ഇളം ചൂടിൽ നിന്ന് ഒരല്പം കൂടി ചൂടിപ്പോൾ ഈ പാലിനുണ്ട്. അത് നമുക്ക് തൊട്ട് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു രീതിയിലുള്ള ചൂടിപ്പോൾ ഇതിനുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് ഓരോ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഈ തൈര് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു കാസറോളാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി പാലൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ കാസറോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നമ്മുടെ സാധാരണ ഏതെങ്കിലും ഒരു ബൗളിൽ ഒഴിച്ച് കൊടുത്താലും മതിയാവും. നല്ല കട്ടിയായിട്ടുള്ള ഏതെങ്കിലും ഒരു ബൗളിലേക്ക് ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതാകുമ്പോഴത്തേക്കും ഒരുപാട് സമയത്തേക്ക് ആ ചൂട് അങ്ങനെ നിൽക്കും. അതിൻ്റെ പേരിലാണ്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പഴയ തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയുള്ള തൈരാണോ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ആ ഒരു രീതിയിലുള്ള തൈരായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ല കട്ടിയുള്ള തൈര് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള തൈര് നമുക്ക് കിട്ടും. ഇച്ചിരി വെള്ളം പോലെയൊക്കെയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇച്ചിരി വെള്ളം പോലെയൊക്കെയുള്ള തൈരാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് ഫസ്റ്റ് നമ്മൾ 1 മണിക്കൂർ മുമ്പേ ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഫുള്ളും പോയിട്ട് കട്ട തൈര് മാത്രമേ നമുക്ക് കിട്ടും. അതിനുശേഷം ഇതിലേക്ക് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും പാലിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്.
അതിനുശേഷം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. പിന്നെ നമുക്കിത് അടച്ചു വെക്കാം. ബാക്കി വന്ന തൈര് ഞാൻ വേറൊരു ചെറിയൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അത് സാധാരണ ഒരു ബൗളാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലാണ് ഇപ്പോൾ ചേർക്കുന്നത്. അതും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ ഈ തൈര് തയ്യാറാക്കുന്ന ടൈമിൽ നല്ല തണുപ്പ് കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ബ്ലാങ്കറ്റൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ചെറിയ ടവൽ ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന അത്രയും ചൂട് കുറേ സമയത്തേക്ക് നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് തൈര് സെറ്റായിട്ട് വരികയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല ചൂട് കാലാവസ്ഥയാണ്. അതിൻ്റെ പേരിൽ ഇനി പ്രത്യേകിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടവൽ ഇടേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നാൽ ശരി, ഇത് 8 മുതൽ ഒരു 10 മണിക്കൂർ വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ. അത്രയും സമയം കൊണ്ട് നമ്മുടെ തൈര് നല്ലതുപോലെ സെറ്റായിട്ട് വരും. എപ്പോഴും ഇത് നൈറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അതാകുമ്പോഴത്തേക്കും രാവിലെ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് തൈര് റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇതിപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ തൈരെല്ലാം നല്ല സൂപ്പറായിട്ട് കട്ട തൈരായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഷോപ്പിൽ നിന്നെല്ലാം കട്ട തൈര് കിട്ടുന്നത് പോലെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിത് കാണാൻ വേണ്ടി പറ്റും ഇത് എന്തുമാത്രം തിക്കായിട്ടാണ് നമ്മുടെ തൈര് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇതുപോലെ ഒരു കാസറോളിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അല്ലാതെ വെച്ചത് തന്നെ ഇതുപോലെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരല്പം പോലും വെള്ളം അതിലില്ല. ആ ഒരു രീതിയിലാണ് നമ്മുടെ തൈര് കിട്ടിയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പറായിട്ടുള്ള തൈരിന് വേണ്ടിയിട്ട് കുറച്ചധികം ഞാൻ ഇതിൽ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ തൈര് തയ്യാറാക്കുമ്പോൾ ഫ്ലോപ്പ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.